കാറ്റത്തെ കിളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ നികേഷിനെയും കൂട്ടിക്കൊണ്ട് തന്നെ നിധി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലൊക്കെ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങിയ നിധിയെ കാത്തിരുന്നത് മറ്റൊരു ഷോക്കായിരുന്നു. സൂര്യ തന്റെ കാറുമായി അവരുടെ മുന്നിലേക്ക് അങ്ങ് വന്നു നിന്നു. സൂര്യയുടെ ചിരി കാണുന്ന സമയത്തിന് നിധിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ഇവനെന്താ ഇവിടെ കാര്യമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നികേഷ് ദേഷ്യപ്പെടുമ്പോൾ നിധി അവനെ തടഞ്ഞു. നീ നിക്ക്, ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാമെന്ന് പറഞ്ഞു. കാറിൽ നിന്നും ഇറങ്ങി വന്ന സൂര്യ പരിഹാസത്തോടെ ചോദിച്ചു, എന്താ നിധി, എന്നെ കണ്ടിട്ട് നീ എന്താ ഞെട്ടിപ്പോയോ? നീ വീട്ടിൽ നിന്നും ഇറങ്ങിയെന്നറിഞ്ഞപ്പോൾ നിന്നെ ഒന്ന് കാണാൻ വന്നതാണ് ഞാന്. നിധി പുച്ഛത്തോടെ പറഞ്ഞു. ഓ, നീ വരുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. സൂര്യ വിട്ടില്ല. ആ ഡ്രൈവറുടെ വീട്ടിൽ നിനക്ക് വലിയ കഷ്ടപ്പാടാണല്ലേ. വീട്ടിൽ നിൽക്കാൻ പറ്റാതെ നീ പിണങ്ങി ഇറങ്ങിയതാണല്ലേ. കഷ്ടം തന്നെ. എന്നെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ നിനക്ക് ഓസ്ട്രേലിയയിൽ റാണിയെ പോലെ വാഴാമായിരുന്നല്ലോ. നീ എന്തിനാ ആ വൃത്തി കെട്ടവനെ കെട്ടിയിട്ട് നിന്റെ ജീവിതം നശിപ്പിച്ചത്? സൂര്യയുടെ ആ ഒരു പറച്ചിൽ കേട്ടിട്ട് നികേഷിന് വല്ലാതെ അങ്ങ് ദേഷ്യം വിരിച്ചു കയറിയിട്ട് നികേഷ് അങ്ങ് അവനെ തല്ലാനോങ്ങിയെങ്കിലും നിധി അവനെ തടഞ്ഞു നിർത്തി. നിൽക്കടാ, സാറ് പറഞ്ഞു തീർക്കട്ടെ എന്ന് നിധി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സൂര്യ വീണ്ടും തുറന്നു. നിന്റെ വീട്ടിൽ ഇനി നിൽക്കാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞല്ലോ നിധി. ഇപ്പോഴെങ്കിലും എന്റെ കൂടെ നിനക്ക് വരാൻ സമ്മതമാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോയിക്കോളാമെന്ന് പറയും. സൂര്യയുടെ അനാവശ്യ സംസാരം കേട്ടിട്ട് നിധിക്ക് നിയന്ത്രണം വിട്ടു. നിർത്തടാ, നിനക്കൊന്നും നാണമില്ലേ? ഒരാൾക്ക് നമ്മളെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ അവരുടെ അടുത്ത് പോവാതിരിക്കുന്നതാണ് മര്യാദ. ഞാൻ നിന്നെ ഇഷ്ടമില്ലെന്ന് തെളിച്ചു പറഞ്ഞിട്ടു നീ എന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? എന്റെ ഭർത്താവ് സുധീഷാണ്. നാണമില്ലാത്തവൻ. നീ ആരെടാ വൃത്തികെട്ടവളെന്നൊക്കെ വിളിച്ചത്? നീ ആരെയാടാ വൃത്തികെട്ടവൻ എന്നൊക്കെ വിളിച്ചത്? എടാ, നീ ആടാ ശരിക്കും വൃത്തികെട്ടവൻ. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും പിന്നാലെ വരുന്ന നിനക്ക് വേറെ പെണ്ണുങ്ങളെന്നും കിട്ടിയില്ലേ? ഒരാളെ നോക്കി ചിരിക്കുമ്പോൾ അവൻ തിരിച്ച് ചിരിക്കാതെ മൈൻഡ് ചെയ്തില്ല എങ്കിൽ അവിടെ നിർത്തി അങ്ങ് മാറ്റി കൊടുക്കണം. അതിനെയാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. നിനക്ക് നിന്നോട് തന്നെ ബഹുമാനമില്ലാത്തവനാണ്. പിന്നെ എങ്ങനെയാ ഇതൊക്കെ അറിയാനാണ്? 6 അടി പൊക്കമുണ്ടായിട്ട് എന്താ കാര്യം? തലക്കകത്ത് ഇത്തിരി പോലും ബുദ്ധി ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നിധി കടുപ്പിച്ചു പറയുമ്പോൾ സൂര്യ ദേഷ്യം കൊണ്ട് വിറച്ചു. നിധി വീണ്ടും ആഞ്ഞടിച്ചു. നിന്റെ ലിമിറ്റ് നീ ക്രോസ് ചെയ്യാണ്. നിന്റെ കൺമുന്നിൽ വെച്ചല്ലേ എന്റെ കല്യാണം കഴിഞ്ഞത്. ഒരാളുടെ ഭാര്യയായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ ഇപ്പോ എന്നോട് ഈ കാണിക്കുന്ന ഗുണ്ടായസം എന്റെ ഭർത്താവിന്റെ വീട്ടിലെങ്ങാനും മറന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ തല കാണില്ല. അവർ ആ തല അങ്ങ് വെട്ടിയെടുക്കുമെന്നൊക്കെ പറയും. അന്നേരം സൂര്യ പരിഹാസത്തോടു കൂടെ തന്നെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞിട്ട് ആ 4 തെണ്ടികൾ താമസിക്കുന്ന വീട്ടുകാരെ കണ്ടിട്ടെന്താ ഞാൻ പേടിക്കണോ? ഉടനെ തന്നെ നിധി കയ്യിലേക്ക് ഫോൺ എടുത്തു. എന്താ നിധി, അവന്റെ ഏട്ടന്മാരെ വിളിക്കാനാണോ എന്ന് സൂര്യ ചോദിച്ചപ്പോൾ നിധി പറഞ്ഞു, ഏട്ടന്മാരെയല്ല സൂര്യ, പോലീസിനെയാണ് ഞാൻ വിളിക്കുന്നത്. ഹോട്ടലിൽ വന്ന പെണ്ണിനെ ഒരാൾ ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് വിളിച്ചാൽ മതിയല്ലോ. നിധി ഫോൺ വിളിക്കുന്നത് കണ്ട് പേടിച്ചു പോയ സൂര്യ, നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം എന്നും പറഞ്ഞ് ജീവനും കൊണ്ട് വണ്ടി വിട്ടു. അവൻ പേടിച്ചോടുന്നത് കണ്ട് നിധിയും നികേഷും ചിരിച്ചുപോയി. വലിയ വീരരാണെന്ന് കരുതി വന്നതാ. പോലീസിന്റെ പേര് കേട്ടപ്പോഴേക്കും ഓടിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ കൂടത്തിനെ അവർ രണ്ടുപേരും ചേർന്ന് കൂടത്തിനെ സൂര്യയെ കളിയാക്കി ചിരിക്കണേ. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറുമ്പോൾ നിധി ഒരു സത്യം ചെയ്തു. ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരണമെങ്കിൽ വലിയൊരു ആളായിട്ട് എല്ലാവരും എന്നെക്കുറിച്ച് അഭിമാനത്തോടെ പറയുന്ന ഒരു കാലത്ത് മാത്രമേ ഞാൻ ഇങ്ങോട്ടേക്ക് മടങ്ങി വരൂ എന്ന്. ഇത് ഈശ്വരന്മാരാണ് സത്യം. അങ്ങനെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും കിട്ടാത്തതിന്റെ ആകെ ഒരു ടെൻഷനിലായിരിക്കും നിധി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു നിധി. രാവിലെ എല്ലാവർക്കും താൻ ചായ ഇട്ട് തരാമെന്ന് അവൾ പറഞ്ഞു. പണ്ട് അവളുണ്ടാക്കിയ ചായയുടെ ഗതികേട് ഓർത്തപ്പോൾ വീട്ടുകാർക്ക് പന്തികേട് തോന്നി. എല്ലാവരും വേണ്ട വേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും നിധി വിട്ടുകൊടുക്കുന്നില്ല. സുഭാഷേട്ടൻ ഒന്ന് പറഞ്ഞു തന്നാ മതി, അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. അങ്ങനെ സുഭാഷ് പറഞ്ഞു കൊടുത്ത ഐഡിയ അനുസരിച്ച് കൊണ്ട് തന്നെ അവൾ ആ ചായ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നും ചായ തരുന്നത് സുഭാഷേട്ടനല്ലേ എന്നും പറഞ്ഞ് ഹരീഷ് ആദ്യമൊന്ന് മാറി നിന്നതായിരുന്നു. പക്ഷേ അവൻ തന്നെ ഗിഫ്റ്റ് കൊടുത്ത കപ്പിൽ നിധി ചായ കുടിക്കുന്നത് കണ്ടപ്പോൾ അവനൊന്നും തന്നെ പറയാൻ പറ്റിയില്ല. ഇത് ഹരീഷേട്ടൻ തന്ന കപ്പല്ലേ എന്ന് നികേഷ് ചോദിച്ചതും താൻ അയാൾക്ക് ഗിഫ്റ്റ് കൊടുത്ത കപ്പിൽ ചായ കുടിക്കുമെങ്കിലും താനുണ്ടാക്കിയ ചായ അയാൾ കുടിക്കുന്നില്ലല്ലോ എന്ന് നിധി പരാതി പോലെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഹരീഷ് പതുക്കെ തന്റെ ചായയും എടുത്ത് അവിടെ നിന്നും മാറിപ്പോയി. ചായ സൂപ്പറാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ നിധിക്ക് വലിയ സന്തോഷമായിരുന്നു. പിന്നീട് കാണിക്കുന്നത് സുധീഷ് ആ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നോക്കുന്ന ഒരു ഫ്രണ്ടിനെ കണ്ട് സംസാരിക്കുന്നതാണ്. നിധിക്കൊരു ജോലി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പാച്ചിലിലാണ് അവൻ. വലിയ കോടീശ്വരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ജോലി എന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുമ്പോൾ കോടീശ്വരിയാണെങ്കിലും അവൾക്ക് ജോലിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമാണെന്നും ആർക്കിടെക്റ്റ് പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വരെ കിട്ടിയ കുട്ടിയാണെന്നും സുധീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത്രയും പഠിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കാൻ അവൾക്ക് തീരെ താല്പര്യമില്ല. പിന്നെ അറിയാത്ത ഒരു കമ്പനിയിൽ ജോലിക്ക് വിടുന്നതിനേക്കാൾ നല്ലത് പരിചയമുള്ള ഒരാളുടെ കൂടെ നിൽക്കുന്നതല്ലേ. അതാകുമ്പോൾ അവിടെ അവൾ സേഫ് ആയിരിക്കുമെന്ന് സുധീഷ് പറഞ്ഞു. പക്ഷേ ആ ഫ്രണ്ടിനൊരു പേടി. തനിക്കെങ്ങനെ ആർക്കും ജോലി വാങ്ങിക്കൊടുക്കാൻ അധികാരമില്ലെന്നും അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് തന്റെ അച്ഛനാണെന്നും അവൻ പറഞ്ഞു. നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞ് നിധിക്കൊരു ജോലി വാങ്ങിച്ചു കൊടുത്തൂടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സുധീഷ് എന്ന പേര് കേട്ടാലേ അച്ഛന് നല്ല കലിപ്പാണ്. ഇനിയിപ്പോ നിന്റെ വൈഫിന് ജോലി വേണമെന്ന് പറഞ്ഞ അച്ഛൻ വെറുതെ വിടില്ല.
നിനക്ക് അച്ഛനെ പറ്റിയിട്ട് അറിയില്ലേ എന്നായി അവന്റെ ചോദ്യം. ഫ്രണ്ട് സമ്മതിക്കുന്നില്ല. സുധീഷ് എന്ന പേര് കേൾക്കുന്നതേ അച്ഛന് വലിയ പ്രശ്നമാണ്. അവൻ വീണ്ടും പറഞ്ഞു. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് റെഡിയാക്കുകയെന്ന് സുധീഷ് കേഴുമ്പോൾ താൻ ഇപ്പോൾ പോയി കാര്യം സംസാരിച്ച ആ നിമിഷം തന്നെ ജോലിയിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് അവൻ പറയുന്നത്. ഉടനെ സുധീഷ് ഒരു പുതിയ ഓഫർ വെക്കുന്നു. ജോലിയൊന്നും കൊടുക്കണ്ട, ഒരേ ഒരു തവണ ഒരു ഇന്റർവ്യൂ മാത്രം നടത്തിയാൽ മതി. ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെ അവൾക്ക് വലിയ പ്രതീക്ഷയായിരിക്കും. കല്യാണവുമായി ബന്ധപ്പെട്ട് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം കാരണം അവൾ ആകെ തല പുകഞ്ഞിരിക്കാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണമെന്ന് സുധീഷ് പറയുമ്പോൾ ഒടുവിൽ അവൻ അതിന് സമ്മതിക്കുന്നു. അച്ഛൻ ഇപ്പോൾ സ്ഥലത്തില്ല, തിരിച്ചു വന്ന ഉടനെ തന്നെ പറയാമെന്ന് അവൻ സമ്മതിച്ചു. പക്ഷേ ആ കിട്ടിയ അവസരം സുധീഷ് മുതലെടുത്ത് അച്ഛനില്ലാത്ത സമയത്ത് തന്നെ നീ ഇന്റർവ്യൂ ചെയ്തോളൂ, ജോലി അച്ഛൻ വന്ന ശേഷം തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് അവൻ ബുദ്ധി ഉപദേശിച്ചു. നാളെ തന്നെ അവളെയും കൂട്ടിച്ച് അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ അത് വലിയ റിസ്ക് ആണെന്ന് ഫ്രണ്ട് പറയുന്നുണ്ടെങ്കിലും പകുതി സമ്മതത്തിൽ സുധീഷ് അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചു. അവിടുന്ന് നേരെ സുധീഷ് ഒരു ടെക്സ്റ്റൈലിലേക്കാണ് കയറി പോകുന്നത്. ഇതിക്ക് വേണ്ടി നല്ല വില കൂടിയ നൈറ്റിയൊക്കെ നോക്കുമ്പോഴാണ് ഒരു ടവൽ വാങ്ങിക്കാൻ വേണ്ടി ഹരീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അവർ തമ്മിൽ സംസാരിക്കുന്നത് കണ്ട സെയിൽസ് ഗേൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റിലേറ്റീവ്സ് ആണോ എന്ന്. തൻ്റെ ഒരു അകന്ന ബന്ധുവാണെന്ന് സുധീഷ് പറയുമ്പോൾ ഹരീഷ് ഒരു പാവം വില കുറഞ്ഞ ടവൽ എടുത്തുന്നത് കണ്ട് സുധീഷ് പറയുന്നുണ്ട്, ഇതിന്റെ ബില്ലും കൂടി ഞാൻ പേ ചെയ്തോളാമെന്ന്. അവൻ ബില്ല് കൊടുത്തത് വലിയ കാര്യമായി തന്നെ സെയിൽസ് ഗേൾസിനോട് പറയുമ്പോൾ അവന്റെ കല്യാണത്തിന് താൻ ചെലവാക്കിയത് 15,000 രൂപയാണെന്ന് ഹരീഷും അവിടെ ഇട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വണ്ടിയില്ല എന്ന് പറഞ്ഞ് ഹരീഷിന്റെ കൂടെ തന്നെ സുധീഷ് വീട്ടിലേക്ക് കൂടി. ആ സമയത്ത് നികേഷിനെയും കൂട്ടി നിധി അമ്പലത്തിൽ പോകുന്നുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് സുനന്ദയെ കണ്ടപ്പോൾ അവരും ഒപ്പം കൂടി. അമ്പലത്തിൽ വെച്ച് സുനന്ദ നിധിയുടെ കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുന്നുണ്ട്. തനിക്കൊരു ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് നിധി പറയുമ്പോൾ തന്റെ അച്ഛൻ ഗൾഫിലാണെന്നും വീട്ടിൽ ഞാനും അമ്മയും ഗംഗാധരമാമനും മാത്രമേ ഉള്ളൂ എന്ന് സുനന്ദയും വിശേഷങ്ങൾ പറഞ്ഞു. സുധീഷിന്റെ വീട് നിധിക്ക് ഇഷ്ടപ്പെട്ടോ എന്നായി സുനന്ദയുടെ അടുത്ത ചോദ്യം. തനിക്ക് ആ വീട് വലിയ ഇഷ്ടമാണെന്നും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സുഭാഷേട്ടനാണെന്നും സുഭാഷേട്ടൻ ഉള്ളതുകൊണ്ടാണ് ആ വീട് ഒരു വീടായി നിൽക്കുന്നതെന്നൊക്കെ നിധി പുകഴ്ത്തി പറഞ്ഞു. സുഭാഷേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ആ അനിയന്മാരുടെയൊക്കെ ജീവിതം കഷ്ടമായേനെ. ഒരമ്മയെ പോലെയാണ് പുള്ളിക്കാരൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് എന്നൊക്കെ നിധി പറഞ്ഞത് കേട്ടപ്പോൾ സുനന്ദക്ക് സുഭാഷിനെ പറ്റി കേൾക്കുന്നത് തന്നെ വലിയ സന്തോഷമായിരുന്നു. ഇതേ സമയം ബൈക്കിൽ പോകുമ്പോൾ ഹരീഷ് സുധീഷിനോട് ചോദ്യം ചെയ്യുന്നുണ്ട്, നീ എന്തിനാടാ ആ കടയിലെ പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുന്ദരിയായ പെണ്ണുങ്ങളോട് പിന്നെ സംസാരിക്കാതെ ഇരിക്കാൻ പറ്റുമോ എന്നാണ് അവൻ ചോദിക്കുന്നത്. പാവങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കുന്നവരല്ലേ. നമ്മളെപ്പോലെ ഡ്രസ്സ് വാങ്ങിക്കാൻ വരുമ്പോൾ ഒന്ന് ചിരിച്ച് സംസാരിച്ചാൽ അവർക്കത് വലിയ ആശ്വാസമായിരിക്കും. ഇതെല്ലാം ഒരു സാമൂഹ്യ സേവനമാണെന്നും സുധീഷ് ന്യായീകരിച്ചു. ഈ സ്വഭാവം നിർത്തിക്കോ, അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് ഹരീഷ് പറയുമ്പോൾ താൻ നിധിക്കൊരു നൈറ്റി വാങ്ങാൻ കയറിയതാണെന്നും അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും സുധീഷ് പറഞ്ഞു. പാവം എപ്പോഴും ചുരിദാറല്ലേ ഇടുന്നത്, അതുകൊണ്ട് ഒരു നൈറ്റി എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഹരീഷ് പറയുന്നത്, ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയാമോ എന്ന് സുധീഷിനോട് ചോദിക്കും. ഞാൻ എപ്പോഴും സത്യം മാത്രമേ പറയാറുള്ളൂ എന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷേട്ടൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ ഡെയിലി ഞങ്ങളുടെ കൂടെ വന്ന് കിടക്കുന്നത് എന്ന് ഹരീഷ് തിരക്കി. സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കാതെ തനിക്കൊരു ജീവിതം തുടങ്ങാൻ പറ്റില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം സുധീഷ് ആവർത്തിച്ചു. പക്ഷേ അതാരും വിശ്വസിച്ചിട്ടില്ലെന്ന് ഹരീഷ് പറയുന്നുണ്ടെങ്കിലും നിധിക്കൊരു ജോലി കിട്ടി പുതിയ ജീവിതം തുടങ്ങാമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത് എന്നും അതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടും താൻ ഇങ്ങനെ നിൽക്കുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണെന്നും സുധീഷ് പറഞ്ഞു. പക്ഷേ ഹരീഷ് ഇതൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. നിങ്ങൾ എന്തോ എന്നിൽ നിന്നും മറക്കുന്നുണ്ട്, ഞാൻ അത് കണ്ടുപിടിക്കുമെന്ന് ഹരീഷ് പറഞ്ഞു. അമ്പലത്തിൽ വെച്ച് നിധി നികേഷിന്റെ അടുത്തേക്ക് ചെന്ന് പതുക്കെ ചോദിക്കുന്നുണ്ട്, സുനന്ദക്ക് സുഭാഷേട്ടനെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ചേട്ടനെ അവർക്ക് വലിയ ഇഷ്ടമാണെന്നും ചേട്ടൻ വീട്ടിലുള്ളപ്പോൾ മാത്രമേ അവരങ്ങോട്ടേക്ക് വരാറുള്ളൂ എന്നും നികേഷ് സമ്മതിച്ചു. എങ്കിൽ പിന്നെ അവരെ തമ്മിൽ കല്യാണം കഴിപ്പിച്ചുകൂടെ എന്ന് നിധി ചോദിച്ചപ്പോൾ അത് നടക്കില്ലെന്ന് നികേഷ് പറഞ്ഞു. അവരുടെ വീട്ടുകാർ സമ്മതിക്കില്ല, പ്രത്യേകിച്ച് അവളുടെ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഗംഗാധരമാമനും അമ്മക്കും നമ്മളെ തീരെ പിടിക്കില്ല. പിന്നെ എങ്ങനെ അവൾ സുഭാഷേട്ടനെ കിട്ടും? നിധിക്ക് തോന്നിയതുപോലെ തന്നെ സുഭാഷേട്ടനും സുനന്ദയെ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷേ അവളുടെ വീട്ടുകാരെ എതിർത്ത് ഇറങ്ങി വരാൻ അവൾക്ക് നിധിയെപ്പോലെ ധൈര്യമില്ല എന്ന് നികേഷ് പറഞ്ഞു. രാവിലെയും വൈകുന്നേരം വന്ന് സുഭാഷേട്ടനെ കണ്ടിട്ട് പോവാൻ മാത്രമേ അവൾക്ക് പറ്റുള്ളൂ. തങ്ങൾക്കും ആ കല്യാണം നടക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നികേഷ് പറഞ്ഞു. പക്ഷേ നിധി ഏതായാലും ആ ഒരു കല്യാണം നടത്തിക്കാൻ തന്നെ ഉറച്ചു തീരുമാനമെടുത്തിരുന്നു. പിന്നീട് അങ്ങനെ വീട്ടിലേക്കെത്തി നിധി റൂമിലിരുന്ന് പുസ്തകം വായിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. 2 സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, നിധിക്ക് വലിയൊരു കമ്പനിയിൽ ഇന്റർവ്യൂ ശരിയായി എന്നതായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ ജോലിക്കെടുക്കുമോ എന്ന് നിധി പേടിയോടെ ചോദിക്കുമ്പോൾ സുഭാഷേട്ടൻ അറിയാവുന്ന കമ്പനിയാണെന്നും സർട്ടിഫിക്കറ്റ് പ്രശ്നമാകില്ല എന്നും സുധീഷ് കള്ളം പറഞ്ഞു. അത് കേട്ട് നിധി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. സുഭാഷേട്ടനെ ഒരു വലിയ താങ്ക്സ് പറയണമെന്ന് അവൾ പറയുന്നുണ്ട്. ഇന്റർവ്യൂവിന് വേണ്ട ഡിസൈനുകളെല്ലാം തന്നെ മെയിലിലുണ്ടെന്നും പറഞ്ഞ് അവൾ ആവേശത്തോടെ തിരിഞ്ഞു.
ഇതിനിടയിൽ തന്നെ രണ്ടാമത്തെ സർപ്രൈസ് എന്താണെന്ന് ചോദിക്കാത്തതിൽ സുധീഷിന് ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. അവൻ തന്നെ അത് എടുത്തു കൊടുത്തു. താൻ വാങ്ങിച്ച ആ ഒരു നൈറ്റി. പക്ഷേ അത് കണ്ടതോടുകൂടി തന്നെ നിധിയുടെ മുഖം വല്ലാതെ മാറിപ്പോയി. താൻ ഇതുവരെ നൈറ്റി ഒന്നും ധരിച്ചിട്ടില്ല എന്നും തനിക്കത് ഒട്ടും ഇഷ്ടമല്ലെന്നും ഓരോരുത്തരും ഓരോ ഇഷ്ടമല്ലേ എന്നൊക്കെ നിധി പറഞ്ഞു. സുധീഷ് അത് സ്നേഹം കൊണ്ട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ടും തനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ആ ഗിഫ്റ്റ് തിരികെ കൊടുക്കുന്നു. സുധീഷിന് ആകെ ടെൻഷനായി. പിന്നീട് സുധീഷ് ഒരു വീട്ടിൽ ഡ്രൈവറായി തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. അവിടുത്തെ മേഡവുമായി പോകുന്ന സമയത്താണ് പെൺകുട്ടികൾക്ക് നൈറ്റ് ഇഷ്ടമല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നത്. നൈറ്റി പഴയ ഫാഷനാണെന്നും ഇപ്പോൾ എല്ലാവരും നൈറ്റ് ഡ്രസ്സാണ് ഉപയോഗിക്കുന്നതെന്നും അവർ പറഞ്ഞപ്പോഴാണ് സുധീഷിന് ഒരു ബുദ്ധി തെളിഞ്ഞത്. അവൻ ഉടനെ തന്നെ നിധിക്ക് ഒരു പുത്തൻ നൈറ്റ് ഡ്രസ്സുമായി വീട്ടിലേക്ക് എത്തുന്നു. ഉമ്മറത്തിരിക്കുന്ന നികേഷിനെ കാണിച്ചുകൊണ്ട് തന്നെ അവൻ അത് കൊടുക്കുന്നതായിട്ട് റിഹേഴ്സൽ നടത്താണ്. കണ്ണടച്ച് പിടിച്ചുകൊണ്ട് തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്ന സീനൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അച്ഛൻ ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നു. സുധീഷ് കണ്ണടച്ച് പിടിച്ച് നീട്ടുന്നത് കണ്ട് അത് തനിക്കുള്ള ഗിഫ്റ്റാണെന്ന് കരുതി ഭാസ്കരൻ അത് സന്തോഷത്തോടെ വാങ്ങിച്ചു. നല്ല സ്നേഹമുള്ള മോൻ എന്നും പറഞ്ഞ് അദ്ദേഹം അത് വാങ്ങിച്ചു നേരെ കുളിക്കാൻ പോയി. സുധീഷ് അതൊന്നും തന്നെ അറിയുന്നില്ല. അവൻ കണ്ണു തുറന്നപ്പോൾ നികേഷ് റിഹേഴ്സൽ സൂപ്പറാണെന്നും ഇത് വർക്കൗട്ട് ആകുമെന്നും പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നു. അവൻ സന്തോഷത്തോടെ അകത്തേക്ക് ചെല്ലുമ്പോൾ നിധി അവിടെ ഇരുന്ന് പഠിക്കുകയാണ്. അവളെ ഡിസ്റ്റർബ് ചെയ്യണ്ട എന്ന് കരുതി ഗിഫ്റ്റ് ഇരിക്കുന്ന കവർ അവിടെ ഒരു സ്ഥലത്ത് വെക്കുന്നു. സുഭാഷ് വന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്കുള്ളതല്ല എന്നും പറഞ്ഞ് സുധീഷ് അത് മാറ്റിവെച്ചു. നിധി പഠിച്ചു കഴിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭാസ്കരൻ കുളി കഴിഞ്ഞ് ഒരു ടവലും ചുറ്റിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. സുഭാഷ് അദ്ദേഹത്തെ വഴക്ക് പറയുന്നുണ്ട്. വീട്ടിലൊരു പെണ്ണുള്ളതല്ലേ, മര്യാദക്ക് ഡ്രസ്സൊക്കെ ഇട്ട് വന്നൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആ ബാത്റൂമിൽ നിന്ന് ഡ്രസ്സ് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ ഇരിക്കുന്ന ആ ഒരു കവർ എടുത്ത് നേരെ മുറിയിലേക്ക് പോയി. നിധി പഠിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ സുധീഷ് ആവേശത്തോടെ ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കുമ്പോൾ കവർ അവിടെയൊന്നും കാണുന്നില്ല. അവൻ ആകെ ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാസ്കരൻ വരുന്നത്. എന്നാൽ ആ കാഴ്ച കണ്ട് എല്ലാവരും വാ പൊത്തി നിന്നുപോയി. നിധിക്ക് വാങ്ങിച്ച ആ ഒരു നൈറ്റ് ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് ഭാസ്കരൻ അങ്ങോട്ടേക്ക് വരുന്നത്. നികേഷും നിധിയും ചിരി അടക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഭാസ്കരൻ ആകെ സന്തോഷത്തിലായിരിക്കും. സുധീഷ് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. സുധീഷ് ആണെങ്കിൽ ഈ കാഴ്ച കണ്ട് ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയാണ്. ഇത് ലേഡീസ് ഡ്രസ്സാണെന്നും പറഞ്ഞ് ഇതെന്തിനാ ഇട്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സുധീഷ് ദേഷ്യപ്പെട്ടു. ഇതെനിക്ക് നല്ല ഫിറ്റാണല്ലോ എന്നും പറഞ്ഞ് ഭാസ്കരൻ തിരിച്ചടിച്ചു. നിധിക്ക് ഇതിലും വലിയ ചിരി ഇനി വരാനില്ല. ഇത് തനിക്ക് കറക്റ്റ് ആവില്ല എന്നും അച്ഛന് ഈ ഡ്രസ്സിൽ കൂടുതൽ ക്യൂട്ടായിരിക്കുന്നു എന്നും അവൾ പറഞ്ഞു. അത് കേട്ടതോടുകൂടി തന്നെ ഭാസ്കരന് വലിയ ആവേശമായി. മരുമകൾ പറഞ്ഞത് കേട്ടിട്ട് ഐ ലൈക്ക് ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഡ്രസ്സിൽ തന്നെ അവിടെ നിന്ന് നടന്നു നീങ്ങി. പിന്നീട് മുറ്റത്ത് വെച്ച് സുധീഷ് നിധിയോട് സോറി പറയുന്നുണ്ട്. അച്ഛൻ അത് എടുത്തു പോയതാണ്, നാളെ ഞാൻ വേറെ വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ നിധി അവനെ തടയുന്നു. എനിക്ക് വേണ്ടി ഇനി ഒന്നും വാങ്ങിക്കരുത്. ജോലി കിട്ടിയാൽ താൻ ഉടനെ തന്നെ ഇവിടെ നിന്നു പോകും. നമ്മൾ തമ്മിൽ ഇപ്പോഴും ഫ്രണ്ട്സിനെ പോലെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ ഓർമ്മിപ്പിച്ചു. തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ താൻ തന്നെ വാങ്ങിക്കൊള്ളാമെന്നും അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ സുധീഷിന് ഒരു വിഷമം. പിന്നീട് സുനന്ദ വന്നപ്പോൾ സുഭാഷിന് താൻ വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു നൈറ്റി അവൾക്ക് കൊടുത്തു. സുഭാഷ് വഴക്ക് പറയുന്നുണ്ട് എങ്കിലും അവർക്കിടയിൽ ഒരു ഇഷ്ടമുണ്ടാവാൻ ഇങ്ങനെയൊക്കെ വേണ്ടേ എന്നാണ് സുധീഷിന്റെ പ്ലാന്. പിറ്റേന്ന് രാവിലെ തന്നെ സുധീഷ് പറഞ്ഞതുപോലെ നിധിയെയും കൂട്ടിയിട്ട് ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് തിരിച്ചു. ഓഫീസിലെത്തിയപ്പോൾ നിധിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ അവർ എങ്ങനെ തന്നെ കാണുമെന്ന്. പക്ഷേ സുധീഷിന്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇന്റർവ്യൂ തുടങ്ങിയപ്പോൾ തന്നെ നിധിയുടെ ഡിസൈനുകൾ കണ്ട് മാനേജർ ഞെട്ടിപ്പോയി. നിന്റെ കയ്യിൽ ഈ ടാലന്റ് ഉള്ളപ്പോൾ പിന്നെ എന്തിനായി സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നിധിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ ഉടനെ തന്നെ അവിടെ ആർക്കിടെക്റ്റായി ജോലി കിട്ടി. സുധീഷ് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ജോലി കിട്ടിയ വിവരം അറിഞ്ഞപ്പോൾ അവന് ലോകം കീഴടക്കിയ സന്തോഷം. വീട്ടിലെത്തിയപ്പോൾ ഈ വിവരം എല്ലാവരെയും അറിയിച്ചു. ഭാസ്കരൻ അച്ഛൻ തന്റെ ആ ഒരു നൈറ്റ് ഡ്രസ്സും ഇട്ടുകൊണ്ട് തന്നെ അവളെ അനുഗ്രഹിച്ചു. ജോലി കിട്ടിയതോടുകൂടി തന്നെ നിധിക്ക് ഒരു പ്രത്യേക ഉന്മേഷമായി. അവൾ ആദ്യം ചെയ്തത് സുഭാഷേട്ടന്റെയും സുനന്ദയുടെയും കാര്യം ഗൗരവമായി തന്നെ ഏറ്റെടുക്കുക എന്നതായിരുന്നു. സുനന്ദയുടെ വീട്ടിലെ ഗംഗാധര മാമനെ കാണാൻ നിധി നേരിട്ട് തന്നെ പോയി. ആദ്യം പുള്ളി ഒന്ന് വിരട്ടിയെങ്കിലും സുഭാഷിന്റെ നല്ല സ്വഭാവത്തെക്കുറിച്ചും നിധി ആ ഒരു കുടുംബത്തോടുള്ള സ്ഥാനത്തെക്കുറിച്ചുമെല്ലാം തന്നെ അവൾ സംസാരിച്ചപ്പോൾ മാമന്റെ മനസ്സൊന്ന് അലിഞ്ഞു. എന്റെ സുനന്ദയെ സന്തോഷമായി നോക്കുമെങ്കിൽ എനിക്ക് സമ്മതമാണെന്ന് അദ്ദേഹം പറഞ്ഞത് സുനന്ദക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. സുഭാഷേട്ടൻ ഇതൊന്നും അറിയാതെ പണിപ്പുരയിലിരിക്കുമ്പോഴാണ് നിധിയും നികേഷും കൂടി ചെന്ന് ഈ ഒരു സർപ്രൈസ് പൊട്ടിക്കുന്നത്. സുഭാഷിന് ആദ്യം അത് വിശ്വാസം വന്നില്ല എങ്കിലും സുനന്ദയുടെ ഫോൺ കോൾ വന്നപ്പോൾ സുഭാഷ് നാണം കൊണ്ട് മുഖം പൊത്തി. മാസങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ വലിയൊരു കല്യാണം നടന്നു. സുഭാഷിന്റെയും സുനന്ദയുടെയും വിവാഹം. കല്യാണത്തിന്റെ അന്ന് സുധീഷ് തന്റെ അച്ഛന് വേണ്ടിയിട്ട് പുതിയൊരു സ്യൂട്ട് തന്നെ വാങ്ങിച്ചു കൊടുത്തു. പഴയ ലേഡീസ് ഡ്രസ്സ് മാറ്റി ഭാസ്കരൻ അച്ഛൻ ഗമയിൽ തന്നെ അതിട്ട് നടന്നു. കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നിധി തന്റെ ബാഗ് പാക്ക് ചെയ്യുന്നത് കണ്ട് സുധീഷ് ആകെ തകർന്നു പോയി. ജോലി കിട്ടിയാൽ പോകുമെന്ന് താൻ പറഞ്ഞതല്ലേ എന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷിന് പിന്നെ മറുപടി ഒന്നും തന്നെ പറയാനില്ലായിരുന്നു.
എന്നാൽ പടിയിറങ്ങാൻ തുടങ്ങിയ നിധി തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഈ വീട് വിട്ടു പോവാൻ കഴിയില്ല സുധീഷേ. അച്ഛന്റെ ഈ ഒരു മണ്ടത്തരങ്ങളും നികേഷിന്റെ തമാശകളും സുഭാഷേട്ടന്റെ സ്നേഹവുമില്ലാതെ എനിക്ക് എന്ത് ജീവിതം. അത് കേട്ട് സുധീഷ് ആവേശത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴും ഭാസ്കരൻ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എടാ സുധീഷേ, എനിക്കൊരു പുതിയ ഡ്രസ്സും കൂടി എടുക്കണേ എന്ന്. ഇത് അല്പം ടൈറ്റാണടാ. എല്ലാവരും ചേർന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും രസകരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയ്ക്ക് ഉടനെ വരാം. ബൈ.